ഹായ് ഫ്രണ്ട്സ്, ഇതിപ്പോൾ ഒരു ശനിയാഴ്ചത്തെ ഒരു വീഡിയോ കേട്ടോ. ഞങ്ങൾ രാവിലെ ചോറ്റാനിക്കര അമ്മേനെ ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിൽ പോകാനായിട്ട് ആരും തന്നെ കാണത്തില്ലായിരിക്കും, പക്ഷേ വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഇപ്പോൾ ചോറ്റാനിക്കരയ്ക്ക് ഒന്ന് പോകുന്നത്. അപ്പോൾ ശനിയാഴ്ച ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. രാവിലെ 9 മണിയായപ്പോഴാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിയാട്ടോ ഇത്. അപ്പോൾ കുറച്ചങ്ങനെ പോകുന്ന വഴി അത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. പോയിട്ട് എവിടെയെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് അമ്പലത്തിൽ കയറിയിട്ട് ഇറങ്ങിയിട്ട് കഴിക്കാതിരുന്നതിന് ഒത്തിരി ലേറ്റാവും, അതുകൊണ്ടാട്ടോ. അപ്പോൾ രാവിലെ പറഞ്ഞതുപോലെ 9 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇറങ്ങുന്ന സമയത്ത് മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ സാരി ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് കൊച്ചു പുറകിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിനടുത്ത് എത്താറായപ്പം ഹോട്ടലിൽ കയറി മസാല ദോശയായിട്ട് എല്ലാവരും കഴിച്ചത്. അത് കഴിഞ്ഞത് ഏകദേശം അമ്പലത്തിലോട്ട് എത്താറായി. കാരണം പോകുന്ന വഴിയൊന്നും എടുത്ത് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പം അവധി ദിവസമാണല്ലോ, അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളാണെങ്കിൽ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം നോക്കുക കേട്ടോ. അപ്പോൾ അമ്പലത്തിലോട്ട് എത്തുന്നതേ ഉള്ളൂ. അതിന് മുന്നേ വണ്ടി ഇട്ടിട്ട് നമുക്ക് നടന്നു പോകണം. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് എത്തി കേട്ടോ. എത്താറായി. പിന്നെ വേറെന്താണ്, ഇടയ്ക്ക് മഴ ഇടയ്ക്ക് വെയിൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാലാവസ്ഥയിൽ കൂടിയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ഓക്കെ, നമ്മളപ്പം ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നടന്നങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെരുപ്പൊക്കെ വണ്ടി തന്നെ ഇട്ടത്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സായി പോയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മളിത് അമ്പലത്തിലോട്ട് എൻട്രി ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ലോട്ടറിയൊക്കെ വെക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചോറ്റാനിക്കര അമ്പലത്തിലെത്തി. അമ്പലത്തിൽ ഇതേ മറന്നു പോയായിരുന്നു, കാരണം ഒത്തിരി നാൾ കൂടിയല്ലേ. അപ്പം നമ്മൾ അമ്പലത്തിൽ വന്നു. അമ്പലത്തിൽ വന്നിട്ട് പിന്നെ അകത്ത് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഓൾറെഡി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തൊക്കെ വീഡിയോസ് എടുക്കാൻ പ്രശ്നമില്ല. അമ്പലത്തിനകത്ത് മെയിൻ എൻട്രൻസിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് അലൗഡല്ല. ഇത് ഇവിടുത്തെ അമ്പലക്കുളവാട്ടോ. ഇതിപ്പം പുതിയതായിട്ട് അവിടെ കെട്ടിയതാണെന്നൊക്കെ ഇങ്ങനെ ഹസ്ബൻഡ് പറയുമായിരുന്നു. ആ കാണുന്ന ഭാഗമൊക്കെ പുതിയതായിട്ട് കെട്ടിയതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തൊഴാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ തൊഴുകയൊക്കെ ചെയ്ത് പറഞ്ഞല്ലോ, അവിടുത്തെ വീഡിയോ എടുത്തില്ല. അപ്പോൾ അവിടെ ഒരു ആനേനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിന് ആനേനെ എടുക്കണമെന്നും ആനേനെ കാണണമെന്നും പറഞ്ഞ് നമ്മൾ അവിടെ പോയി ആനയൊക്കെ ഒന്ന് കാണിച്ചു. അതിനുശേഷം അവിടെ ഈ പിള്ളേർക്ക് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പോയി അവർക്കൊരു കളിപ്പാട്ടം മേടിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ പോകാനായിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോരുന്ന വഴിക്ക് ഇവിടെ കരിക്ക് വിൽക്കുന്ന കണ്ടപ്പം ഒരു കരിക്കും കൂടെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ആ കരിക്കും കൂടെ കുടിച്ചിട്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതേ കരിക്ക് വെട്ടുന്നതിൻ്റെ അവിടെ ഒരു കുതിരനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തത്. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.